ഹായ് പ്രിയപ്പെട്ടവരെ, എന്നെ കാത്തൊരു ടീം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ? സിറാജാണല്ലോ. വീരാസും ഉണ്ടല്ലോ. ഇതാരാണ്? വെൺമണി ഇല്ലത്തെ തമ്പുരാട്ടിയാണല്ലോ. എങ്ങനെയൊക്കെ യാത്ര? ഞാൻ ഇന്ന് പോണത് എന്റെ ജനിച്ചു വളർന്ന നാട് മലപ്പുറം ജില്ലയിലെ എടപ്പാളക്കാണ് പോണത്. ആരെയൊക്കെ കൂട്ടിയേക്കണത് ഈ തവണ? എന്റെ കുഞ്ഞു മക്കളാണ് ഇവര് മൂന്നാളും. ഞാൻ മക്കളെ പോലെ സ്നേഹിക്കണം. എന്നെ കൊണ്ടുപോവോ? പിന്നെ നീയല്ലേ മെയിൻ. ഞാനും കേറട്ടെ? ഓ കേറിക്കോ. ഓക്കെ. സിറാജ, നമ്മളിവിടെ വരാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാൻ പറ്റും, യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള നമ്മുടെ ശ്രീമൂലത്തെ രാധ തമ്പുരാട്ടി. നിങ്ങൾക്കറിയാം, വെൺമണി മനയിലെ രാധ തമ്പുരാട്ടിയെ ഇവിടെ അതിഥിയായിട്ട് സ്കൂളിൽ ക്ഷണിച്ചേക്കാണ്. ശ്രീ വിവേകാനന്ദ വിദ്യാനികേതൻ സ്കൂളിൽ കാവുപ്ര പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ അമ്മേനെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഗുരുപൂർണിമ ദിനത്തില് നമ്മളുടെ കൂടെ നമുക്ക് അതിഥികളായിട്ട് രണ്ടാളുകളുണ്ട്. പരമേശ്വരൻ മാമനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? മാമൻ നിങ്ങളുടെ പോലെയുള്ള ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് അധ്യാപനത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകനാണ് പരമേശ്വരൻ മാഷ്. ഗുരുതുല്യനാണ്. ചേച്ചിക്കൊക്കെ വളരെയധികം ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ് പരമേശ്വരേട്ടൻ. പരമേശ്വരേട്ടൻ വിദ്യാലയത്തിന്റെ ഒരാള് തന്നെയാണ്. ഈ വിദ്യാലയം തുടങ്ങിയ കാലം മുതൽക്ക് ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ ഒപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ കൂടെയുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തില് നമുക്ക് ഗുരുതുല്യനായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ പര്യാപ്തനായ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്, കണ്ടിട്ടുണ്ടോ ഈ മുത്തശ്ശിയെ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചില കൈകൾ പിന്നിൽ പൊന്തുന്നുണ്ട് അല്ലേ? അപ്പോ യൂട്യൂബിലെ ചെറിയ കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരു മുത്തശ്ശിയാണ്. യൂട്യൂബിലൂടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മുത്തശ്ശിക്ക്. മുത്തശ്ശി എറണാകുളത്തു നിന്നാണ് വരുന്നത്. നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി വന്നിട്ടുള്ളത്. മുത്തശ്ശിയുടെ പേര് രാധ എന്നാണ്. ആ മുത്തശ്ശിയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വിദ്യാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കണ ഇഷ്ടമാണോ? അപ്പൊ മുത്തശ്ശി ഒരു കുഞ്ഞേ കഥ പറഞ്ഞുതരാട്ടാ. ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എടപ്പാളിലാണ്. എടപ്പാളിൽ ശ്രീ വിവേകാനന്ദ വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വന്നിരിക്കുന്നത്. ടീച്ചറെ, എന്താണ് പേരെന്താണ്? പേര് ആശ. എത്രാം ക്ലാസ് വരെ ഉണ്ട്? നമ്മുടെ 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെ അല്ലേ? ഏകദേശം എത്ര നാളുകളായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ 2002 തുടങ്ങിയതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മളിപ്പോ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും അതുപോലെ രാധാ വെൺമണി ചേച്ചിനെയും കൂടി പങ്കെടുപ്പിച്ചാലുള്ള സംഭവം എന്തായിരുന്നു? ഇന്ന് ഗുരുപൂർണിമയാണ്, വ്യാസ ജയന്തി. ഗുരുപൂർണിമ ദിനാണെന്ന്. അത് വ്യാസനെ, നമ്മൾ ഗുരുവിനെ ആദരിച്ചുകൊണ്ടാണ് ഈ ദിവസം ആദരിക്കാറുള്ളത്. ഗുരു എന്ന സങ്കല്പത്തിനെ ഇതാക്കിക്കൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തിലുള്ള എല്ലാം, ഈ ലോകത്തുള്ള എല്ലാം ഗുരു എന്ന സങ്കല്പത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആദരിച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ള ഒരു തത്വം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പൊ ഏകദേശം ഇത് മാനേജ്മെന്റ് സ്കൂളാണോ? അല്ല, പ്രൈവറ്റ്, അതായത് ഭാരതീയ വിദ്യാനികേതൻ എന്ന വിദ്യാഭാരതിയുടെ ഒരു സംരംഭമാണ്. കേരളത്തിലൊട്ടുക്ക് 400 ചില്ലാൻ സ്കൂളുകളുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ 43 സ്കൂളുണ്ട്. അതിലൊരു സ്കൂളാണ് നമ്മള്. ഏകദേശം എത്രത്തോളം കുട്ടികളാണ്? നമുക്കിപ്പോ ഇവിടെ ഉള്ളത് 138 കുട്ടികളാണ്. ടീച്ചർമാര് ഏകദേശം 15 ടീച്ചർമാരുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് വരവ് ചെലവ് എല്ലാം കുട്ടികളുടെ ഒരു ഇതിലാണ് നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമുക്ക് സഹായിക്കാനൊന്നും വേറെ സ്രോതസ്സൊന്നും ഇല്ല. കുട്ടികളെ എന്നുള്ള ഒരു വരുമാനത്തിലൂടെ മാത്രമാണ് നമ്മുടെ. പിന്നെ സഹായ മനസ്ഥിതിയുള്ള
ചില ആളുകളുടെ ഒരു സഹായവും മാത്രമാണ് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഈ ഒരു നിലനിൽപ്പിന്റെ ആധാരം. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മൾ സ്കൂളിൽ വന്ന് കയറുമ്പോഴുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ രാവിലെ വരുമ്പോഴുള്ള ഗുരുപൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ കണ്ടത്. കാരണം പിള്ളേർക്ക് ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുന്ന രൂപത്തിൽ അത് എല്ലാ ദിവസവും നമുക്ക് ഈ പറഞ്ഞ പ്രാർത്ഥനാ സഭ എന്നത് എല്ലാ ദിവസവും ഉണ്ട്. കുട്ടികൾ ഒന്നിച്ചിരുന്ന് സരസ്വതി മാതാവിനെ അതുപോലെ സൂര്യഭഗവാനെ തുടങ്ങി അവനവന് ഒരു എനർജി വരുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മളുടെ. ഇത് നമ്മൾ എന്നുള്ള പ്രാർത്ഥനാക്രമമാണ്. അത് കൂടാതെ ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. യോഗയുണ്ട്, ശാരീരിക അതായത് വ്യായാമങ്ങളുണ്ട്, കളികളുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ എക്സ്ട്രാ ഇതോട് കൂടിയിട്ടാണ്. അക്കാഡമിക് എന്നതിനുപരി കുട്ടികളുടെ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു സ്കൂൾ ടീച്ചർ എന്ന നിലയ്ക്ക്, അതുപോലെ ഇപ്പൊ ഇത്രയും അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ സ്കൂളിലായിട്ട് ബന്ധപ്പെടാനോ? അറിവ് എന്നത് നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന ഒരു സാധനമാണ്. ഇന്നത്തെ കാലത്ത് പഠിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും നേടാം. നമ്മുടെ ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ എന്തറിവും നമുക്ക് നേടാനാവും. പക്ഷെ അതിനപ്പുറം ഒരു നല്ല മനുഷ്യനാവുക, ഒരു നല്ല വ്യക്തിയാവുക എന്നുള്ളതായിരിക്കണം ഓരോ കുട്ടിയുടെയും ലക്ഷ്യം. മറ്റുള്ള സമൂഹത്തിന് ഒരു ഉപകാരപ്രദമാകുന്ന ഒരു വ്യക്തിയായി മാറാൻ ഓരോരുത്തരും ശ്രമിക്കുക. അതിനുള്ള അവസരങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമുക്ക് ഈ സ്കൂളിലേക്കൊക്കെ ആൾക്കാരൊക്കെ വരാനൊക്കെ സന്തോഷാണ്. സ്ഥലം ഒന്ന് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്ത് നിന്ന് വട്ടംകുളം ചേകന്നൂർ റൂട്ടിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വിദ്യാലയത്തിനോട് അല്ലെങ്കിൽ ഒരു കുട്ടികളോട് താല്പര്യമുള്ള ആർക്കും ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഭയിലേക്കും ഈ വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഇവിടുന്ന് പഠിച്ച് പിള്ളേരൊക്കെ നല്ല ഉന്നതിയിൽ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ വീഡിയോസ് കാണുന്നവരുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഷെയർ ചെയ്യണം അല്ലേ? അപ്പൊ എല്ലാവരും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂലേ? ഓക്കെ.